മാനസാന്തരത്തിന്റെ പടവുകൾ തേടി വന്നു ദോഷിയാവിന്നെയും എന്നെയും നാഥ, തേടി വന്നു ദോഷിയാവിന്നെയും എന്നെയും നാഥ. മാനസാന്തരത്തിന്റെ പടവുകൾ കടന്ന് ക്രിസ്തുവിൽ പുതു സൃഷ്ടികളായി ജീവിതാനുഭവങ്ങളും സാക്ഷ്യങ്ങളും പങ്കുവയ്ക്കുന്ന മാനസാന്തരത്തിന്റെ പടവുകൾ പ്രോഗ്രാമിൽ നാം ഇന്ന് പരിചയപ്പെടുന്നു. തിരുവനന്തപുരം ജില്ലയിൽ വിതുര സ്വദേശി സഞ്ചാര സുവിശേഷകൻ KC സൈമണിന്റെ ജീവിതാനുഭവങ്ങളും സാക്ഷ്യങ്ങളും. കൗമാര യൗവനത്തിൽ തന്നെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി നിരവധി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട നിരവധി പ്രാവശ്യം ജയിൽ ശിക്ഷ അനുഭവിച്ചു. ലഹരിക്കടിമപ്പെട്ട് ജീവിതം വഴിതെറ്റിയ നാളുകളിലൊന്നിൽ അവിചാരിതമായി കടന്നു ചെന്ന സിയോൻ പെന്തക്കോസ്ത് സഭയിലെ സഭാ ശുശ്രൂഷകനിൽ നിന്നും ലഭിച്ച ക്രിസ്തുവിലൂടെയുള്ള വിമോചനം ഉൾക്കൊണ്ട് സൈമൺ മാനസാന്തരത്തിന്റെ പാതകൾ സ്വന്തമാക്കി. ദൈവനാമ മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ ജനിച്ചു വളർന്നത് വിതുര നെടുവങ്ങാട് താലൂക്കിൽ ആരാട് വില്ലേജിൽ വിതുര കോട്ടയ്ക്ക മുറിയിൽ ജനിച്ചു വളർന്നു. ഞാൻ വിതുര ദേശത്ത് കളിയിക്കുന്ന സ്ഥലത്തായിരുന്നു ജനിച്ചു വളർന്നത്. ഞാൻ 4ാം ക്ലാസ് വരെ കൂടുതൽ പറയുവാൻ ആഗ്രഹം എന്ന് പറഞ്ഞാൽ, ഞാൻ ജനിച്ചു വളർന്നത് വിതുരയിലാണെങ്കിലും ഞാൻ 4ാം സ്റ്റാൻഡേർഡ് പഠിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എൻ്റെ മാതാപിതാക്കൾ എന്നിൽ നിന്നും മാറ്റപ്പെട്ടു പോകുവാൻ ഇടയായിത്തീർന്നു. അതിനുശേഷം ഞങ്ങൾ 8 സഹോദരങ്ങളാണ്. 5 പേരും പെണ്ണുങ്ങളും 5 സഹോദരിമാരും 3 സഹോദരന്മാരും. ഞങ്ങളിങ്ങനെ പലയിടങ്ങളിലും ജീവിച്ചു വളർന്നു വന്നു. നാളുകൾ കഴിഞ്ഞു എന്നെ ബോംബെ ദേശത്ത് ഒരു ഡോക്ടറുടെ കൂട്ടത്ത് ജോലിക്ക് കൊണ്ടുപോകുവാൻ ഇടയായിത്തീർന്നു. ആ കൂട്ടത്തിൽ നിന്നും ഒരു 7-8 വർഷം വരെ ഞാൻ ആ ബോംബെയിൽ ദാന എന്ന് പറഞ്ഞ ദേശത്തായിരുന്നു. അവിടെ നിന്നും തിരിച്ചു മടങ്ങി വരുവാൻ ഇടയായിത്തീർന്നു. മടങ്ങി വന്നപ്പോൾ ആഹാരങ്ങളെ കഴിച്ചു ആളിലെത്തി സൈസൊക്കെ വന്നപ്പോൾ പിന്നത്തേൽ നിയന്ത്രിക്കുവാൻ മാതാപിതാക്കളോ സഹോദരങ്ങളോ ഞാൻ വന്നപ്പോൾ സഹോദരങ്ങൾ ആരും ദേശത്തില്ലായിരുന്നു. അവരെല്ലാം ഓരോ വീട്ടിൽ ജോലിക്ക് കടന്നുപോയി. ആ സമയത്തു പിന്നെ ഞാൻ അവിടെ നിന്ന് കൂട്ടുകാരന്മാരെ കൂട്ടത്തായിരുന്നു. കഞ്ചാവിലും മദ്യപാനത്തിലും ഒക്കെ ആയിരുന്നു. പിന്നെ മ്ലേച്ഛത എന്ന് പറയുന്നത് എന്തെന്ന് വെച്ചാൽ ആ രീതിയിലായിരുന്നു. അവിടെ നിന്ന് ഒരു 10-18 വയസ്സ് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു ഗുണ്ട രീതിയിൽ അങ്ങ് വളരുവാണ്ടായിത്തീർന്നു. നിയന്ത്രിക്കാൻ മാതാവില്ല, പിതാവില്ല, സഹോദരങ്ങൾ ആരുമില്ല. ആ ഗുണ്ടാ രീതിയിൽ നടന്നു. അങ്ങനെയായിരുന്ന സമയത്ത് എനിക്ക് ഒരുപാട് കേസുകൾ എൻ്റെ ജീവിതത്തിൽ കടന്നു വരുവാൻ ഇടയായിത്തീർന്നു. പോലീസ് കേസുകളും ഇങ്ങനെ നിരന്തരം വന്ന സമയത്തു നാളുകൾ കഴിഞ്ഞു. പിന്നെ ദൈവസന്നിധിയിൽ അടുക്കുന്നതിന് മുമ്പേ എനിക്ക് ഒരു പ്രതീക്ഷയുമില്ലാത്ത രീതിയിലായിരുന്നു. എനിക്ക് നല്ലൊരു ജീവിതം കിട്ടുമെന്നോ നല്ലൊരു കുടുംബമാകുമെന്നോ നല്ല തലമുറകൾ കിട്ടുമെന്നോ ചിന്തിച്ച് നാളുകളിങ്ങനെ കഴിഞ്ഞു. ചാരായങ്ങൾ കച്ചവടവും കഞ്ചാവ് ഇടുക്കിയിൽ നിന്നും കൊണ്ടുവന്നു. നന്ദിയോടെന്ന് പറഞ്ഞ ദേശത്ത് കച്ചവടം ചെയ്യുവാനൊക്കെ മുഖാന്തരം ഒരുക്കി. അതിനുശേഷം എനിക്കൊരു വിവാഹത്തിന് എൻ്റെ സഹോദരി മൂത്ത ചേച്ചി പിന്നെ കാണുവാൻ ഇടയായിത്തീർന്നു. ചേച്ചിയുടെ ഭർത്താവെന്ന് പറഞ്ഞ പുള്ളിയുടെ വീട് നെയ്യാറ്റിൻകര ഭാഗത്താണ്. ഞാനും എൻ്റെ ചേച്ചിയുടെ കൂട്ടത്ത് കടന്നു വന്നു. അവിടെ ഇങ്ങനെ നാളുകൾ താമസിക്കുമ്പോൾ എൻ്റെ ചേച്ചിയുടെ ഭർത്താവിൻ്റെ സഹോദരി പഠിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. എന്തായാലും ഞാനും അവളുമായിട്ട് ആ സ്നേഹബന്ധത്തിലാകുവാൻ ഇടയായിത്തീർന്നു. സ്നേഹം കഴിഞ്ഞു. പിന്നെ 18 വയസ്സായപ്പോൾ ഞാൻ ഇപ്പോൾ എൻ്റെ ഭാര്യയെ ആയിട്ട് ഞാൻ വിതുരയെ പോകാൻ ഇടയായിത്തീർന്നു. അങ്ങനെ കഴിഞ്ഞു. അവിടെ നിന്ന് ഒരു മകനെ പ്രസവിച്ചു. ആ ശേഷത്തു നെയ്യാറ്റിൻകര ദേശത്ത് സ്ഥിരതാമസമായി. നെയ്യാറ്റിൻകര മൂലേമൂട് കോനാട്ടുകൾ എന്ന സ്ഥലത്തായിരുന്നു താമസമായത്. അങ്ങനെ താമസമായി നാളുകൾ കഴിഞ്ഞു. കൂലിപ്പണി ചെയ്തു കുടുംബം സന്തോഷമായി കഴിഞ്ഞു പോകുന്നു. അങ്ങനെ ഒരു സമയത്ത് ഞാൻ എൻ്റെ കൂട്ടുകാരനുമായി വയലിൽ ജോലിയും കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ കൂട്ടു സഹോദരൻ ഇരിക്കുന്ന ഈ ആലയത്തിൽ വെച്ചു സിയോൻ പെന്തക്കോസ്ത് ദൈവസഭ എന്ന് പറയുന്ന സ്ഥലത്ത് കടന്നു പോകുക ഇടയായിത്തീർന്നു. അപ്പോൾ എന്നോട് കൂട്ടുകാരൻ ഉണ്ണി എന്ന് പറഞ്ഞ സഹോദരൻ ചോദിച്ചു. ഞാൻ ചോദിച്ചു എവിടെ പോകണമെന്ന് ചോദിച്ചപ്പോൾ പള്ളിയിൽ കടന്നു പോകണമെന്ന് പറഞ്ഞു. നീ വരണമെന്ന് ചോദിച്ചു. എന്തായാലും ഞാനും കൂടി കടന്നു വന്നു. അന്ന് ആ സിയോൻ പെന്തക്കോസ്ത് ദൈവസഭയിൽ ഒരു 65-70 വയസ്സായ ഒരു അപ്പച്ചനായിരുന്നു അവിടുത്തെ പ്രാർത്ഥന ലീഡ് ചെയ്തത്. അങ്ങനെ ഇരുന്ന് മധ്യസ്ഥ പ്രാർത്ഥന കഴിഞ്ഞു. ചെയിൻ പ്രയായിട്ട് പ്രാർത്ഥന കഴിഞ്ഞു. അവർ ലാസ്റ്റിലായപ്പോൾ എന്നോട് പറഞ്ഞു എൻ്റെ കേസിനെ കുറിച്ച് പറയുവാൻ ഇടയായിത്തീർന്നു. സഹോദര, യേശുവിനെ അറിയുമെങ്കിൽ ഈ കേസ് നിന്നിൽ തീരും എന്ന് പറയുവാൻ ഇടയായിത്തീർന്നു. പള്ളിയിൽ കടന്നു വന്നപ്പോൾ ആ അപ്പച്ചൻ പാസ് എന്നോടുകൂടി പറഞ്ഞു, നിന്നെ വിടുവിക്കണമെങ്കിൽ നീ കേസിൽ നിന്നും പിന്മാറണം.
കേസിൽ പിന്മാറണമെങ്കിൽ ദൈവത്തെ അറിഞ്ഞാൽ മാത്രമേ നിനക്ക് ഇതിലൊരു മോചനം കിട്ടുകയുള്ളൂ. എനിക്ക് ദർശനം എന്തെന്നോ വെളിപ്പാടെന്തെന്നോ അറിഞ്ഞുകൂടാ. അന്നും കഞ്ചാവ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു, എല്ലാ ആയുധങ്ങളും എൻ്റെ കയ്യിലുണ്ടായിരുന്നു ആ സമയത്തും. എന്നാൽ എനിക്ക് ഈ നെയ്യാറ്റിൻകര വന്നതിന് ശേഷം ഒരു നിസാരമായ ഒരു കേസ് പരിപാടിയായിത്തീർന്നു. ആ സമയത്ത് എന്തായാലും ആ കേസിനെ കുറിച്ച് അവർ പറഞ്ഞു. എനിക്ക് തോന്നുന്നില്ല, ആ മൂന്നാമത്തെ യാരണയ്ക്ക് കേസ് വെറുതെ വിടുമെന്ന് പറഞ്ഞു. ഞാനിതൊന്നും ഗണ്യമാക്കാതെ വീണ്ടും കടന്നുപോയ കേസിന് പോയ സമയത്ത് ആ കേസ് SR അഡ്വക്കേറ്റായിരുന്നു, നെയ്യാറ്റിൻകര SR അഡ്വക്കേറ്റിൻ്റെ കേസ്. ആ വാദി എൻ്റെ അടുത്ത് വന്നു സാക്ഷി പറയുവാനായിട്ട് വക്കീൽ വന്നപ്പോൾ ആ അപ്പച്ചൻ പാസ്റ്റർ പറഞ്ഞതുപോലെ മൂന്നാമത്തെ യാരണയ്ക്ക് ആ കേസ് മാറ്റിവെക്കും, മൂന്നാമത്തെ യാരണയ്ക്ക് കേസ് വെറുതെ ഇടായിത്തീർന്നു. ആർക്കും മാറ്റാൻ കഴിയാതെ വണ്ണം യേശുവിൽ ഞാനായല്ലോ, ആർക്കും മാറ്റാൻ കഴിയാതെ വണ്ണം യേശുവിൽ ഞാനായല്ലോ, യേശുവിൽ ഞാനായല്ലോ, യേശുവിൽ ഞാനായല്ലോ, യേശുവിൽ ഞാനായല്ലോ, യേശുവിൽ ഞാനായല്ലോ, ആർക്കും മാറ്റാൻ കഴിയാതെ വണ്ണം യേശുവിൽ ഞാനായല്ലോ. ക്രിസ്തുവിൻ സ്നേഹത്തിൽ നിന്നും എന്നെ വേർപിരിക്കുന്നതാര്, ഇന്ന് വരെയും ആർക്കും കഴിയില്ല, മേലാലും കഴിയുകയില്ല, ഇന്ന് വരെയും ആർക്കും കഴിയില്ല, മേലാലും കഴിയുകയില്ല, യേശുവിൽ ഞാനായല്ലോ, യേശുവിൽ ഞാനായല്ലോ, യേശുവിൽ ഞാനായല്ലോ, യേശുവിൽ ഞാനായല്ലോ, ആർക്കും മാറ്റാൻ കഴിയാതെ വണ്ണം യേശുവിൽ ഞാനായല്ലോ, ആർക്കും മാറ്റാൻ കഴിയാതെ വണ്ണം യേശുവിൽ ഞാനായല്ലോ. എൻ്റെ വൈഫിന്, എൻ്റെ ഭാര്യയ്ക്ക് മലക്കറി കച്ചവടം ഉണ്ടായിരുന്നു, വീട്ടിൻ്റെ അടുത്ത് തന്നെയായിരുന്നു. അവിടെ കച്ചവടം ചെയ്തിരിക്കുമ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു പള്ളിയിൽ കടന്നു പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളൊരു CSI പള്ളിയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ പള്ളിയിലേ കടന്നു പോകുന്നു, അതല്ല ദൂത് പറഞ്ഞ സഭയിൽ കടന്നു പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് എൻ്റെ ഭാര്യ എഴുന്നേറ്റ് മലക്കറി കൊണ്ട് വീട്ടിൽ നിന്ന് പള്ളിയിൽ പോകാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, പോകാൻ പറ്റത്തില്ല, സിനിമാശാലയിൽ പോകുമ്പോൾ നമ്മൾ നേരത്തെ പോകുമല്ലോ, അങ്ങനെയാണെങ്കിൽ ദൈവത്തെ ആരാധിക്കുന്ന സ്ഥലത്ത് നമ്മൾ നേരത്തെ കടന്നു പോകണം എന്ന് പറഞ്ഞു. എന്തായാലും പിറ്റേ ആഴ്ചയിൽ സിയോൺ ബെന്തക്കോ ദൈവസഭയിൽ രാജേന്ദ്രൻ പാസ് എന്ന് പറയും, പുള്ളി ഒരു പോസ്റ്റ്മാനായിരുന്നു, രാജേന്ദ്രൻ പാസ് ആയിരുന്നു, പുള്ളിക്കാരനായിരുന്നു ഈ ദേശത്തെ ജനത്തിന് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുന്നത്. ഞാനും ആ ഞായറാഴ്ച കടന്നു വന്നു. ആ വന്ന സമയത്ത് തന്നെ ദൈവദാസനിൽ കൂടി ദൈവദൂത് പറയുമ്പോഴായിത്തീർന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ പറഞ്ഞു, നിങ്ങൾ സ്നാനത്തിന് വേണ്ടി ഒരുങ്ങുന്ന ആരൊക്കെയെന്ന് ചോദിച്ചു. സ്നാനം എന്തെന്നോ തിരുവത്താഴം എന്തെന്നോ കർത്തൃമേശ എന്തെന്നോ പ്രാർത്ഥന എന്തെന്നോ ഒന്നും അറിയാത്ത ഞങ്ങൾ ആ സ്നാനത്തിന് വേണ്ടി പറഞ്ഞപ്പോൾ പെട്ടെന്ന് എൻ്റെ ഭാര്യ കൈവെക്കുവാനിടയായിത്തീർന്നു. ഞാനും ആ ആലയത്തിൽ നിന്നുകൊണ്ട് 2 കരവും പൊക്കി എന്തായാലും ദൈവസന്നിധിയിൽ തീരുമാനമെടുത്തു, പ്രാർത്ഥിച്ചു. അങ്ങനെ എൻ്റെ മീശ വലിയൊരു മീശയായിരുന്നു. ആ മീശ ആയിരുന്ന സമയത്തും ഞാൻ ദൈവസന്നിധിയിൽ തീരുമാനമെടുത്ത് സ്നാനത്തിന് വേണ്ടി. അങ്ങനെ ആ പിറ്റേ മാസം കർത്താവിൻ്റെ സന്നിധിയിൽ 97 3-ാം മാസം സ്നാനത്തിന് വേണ്ടി ഒരു ഡേറ്റ് ഫിക്സ് ചെയ്ത് 97 5-ാം മാസം 29-ാം തീയതി സ്നാനം. 7 ദിവസം ഈ ആഗ്നേയ തേരന്നൂർ സിയോൺ ബെന്തക്കോസിൽ കടന്നു വന്നു ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഉപവാസ പ്രാർത്ഥനയിൽ 3-ാമത്തെ ദിവസമാകുമ്പോൾ എൻ്റെ മീശയിൽ ഒരു പല്ലി എച്ചമിടുവാൻ ഇടയായിത്തീർന്നു. അപ്പോൾ എൻ്റെ മീശയെല്ലാം വലിയ പുണ്ണായിരുന്നു. ആ മീശയെ വെട്ടിക്കുറച്ചു. എന്തായാലും സ്നാനത്തിന് വേണ്ടി ആ മീശയെല്ലാം എടുക്കുവാൻ ഇടയായിത്തീർന്നു. മീശ എടുത്തതിന് ശേഷം എനിക്ക് സ്നാനത്തിന് വേണ്ടി മുഖാന്തം ഒരുക്കി. സ്നാനക്കടവിൽ ചെന്ന് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവേ, എൻ്റെ അനുഭവ സാക്ഷിയാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു, കർത്താവേ, ഞാനൊരു പുതിയ മനുഷ്യനാകാൻ പോവുകയാണ്. പുതിയ മനുഷ്യനാകുമ്പോൾ എന്നെ പുതിയ സൃഷ്ടിയായി നീ പണിയണം. എനിക്കൊന്നും അറിഞ്ഞുകൂടാ. എന്തായാലും ആ 29-ാം തീയതി 28-ാം തീയതി രാത്രികാലത്തെ പ്രാർത്ഥനയിൽ എനിക്ക് അഭിഷേകം തരുവാൻ ഇടയായിത്തീർന്നു. കാരണം വഴിമാറാത്തൊരു ശൃംഗം പോലെ ആയിരുന്നു എന്നെ ദൈവം അഭിഷേകത്താൽ നിറയ്ക്കുവാൻ ഇടയായിത്തീർന്നു. സ്നാനക്കടവിലും കടന്നുപോയി. അപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവേ, എന്നെ ഒരു പുതിയ മനുഷ്യനാക്കണം എന്ന് പറഞ്ഞു. ദൈവം എനിക്ക് അഭിഷേകത്താൽ നിറയ്ക്കുവാൻ ഇടയായിത്തീർന്നു. അഭിഷേകം എന്തെന്നോ ഒന്നും അറിഞ്ഞുകൂടാ. ഞാൻ എൻ്റെ മാതൃസഭയിൽ കടന്നു വരുമ്പോഴത്തേനും അങ്ങനെ എനിക്ക് വലിയ ശബ്ദമുണ്ടായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം പറയുമ്പോൾ 1 കിലോമീറ്റർ വരെ കേൾക്കുവാൻ ഇടയായിത്തീരും. അപ്പോൾ എൻ്റെ കൂട്ടത്തിരുന്ന് അന്നത്തെ പ്രായമായ സഹോദരിമാർ പറയുമായിരുന്നു, യവന് ദുരാത്മാവ് വേവലിച്ചിരിക്കുന്നു എന്ന് പറയുവിടയായിത്തീർന്നു. ഞാൻ എൻ്റെ വീട്ടിൽ അതിന് ശേഷം പിറ്റേ മാസത്തിൽ
എൻ്റെ മാതൃസഭയിൽ ഉപവാസം നടക്കുമ്പോൾ എറണാകുളം ദേശത്ത് നിന്നും കർത്താവിൻ്റെ സന്നിധി അബ്രഹാം എന്ന് പറയുന്ന ഒരു ദൈവദാസനെ കൊണ്ടുവരികയായിത്തീർന്നു. ആ ദൈവദാസന് അന്നു ഞങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ വീട്ടിലാണ് കുളിക്കാൻ എല്ലാം സംവിധാനം ചെയ്യുന്നത്. എൻ്റെ ഒരു വീടിൻ്റെ കൊച്ചു വീടായിരുന്നു. അവിടെ ഇരുന്ന് എല്ലാം കുളിക്ക് കടന്നു വന്നപ്പോൾ ആ ദൈവദാസനോട് ഞാൻ ചോദിച്ചു, ദൈവദാസനെ ഈ ദുരാത്മാവെന്ന് പറയുന്നത് എന്തോന്നാണ്? അപ്പോൾ ദേവദാസൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞിന് തന്നിരിക്കുന്നത് ദുരാത്മാവല്ല, നല്ല ആത്മാവിനാണ്, ഇതിനെ കുളിച്ച് കളയരുത് എന്ന് പറഞ്ഞു. എന്തായാലും ആ വാക്കിന് വലയിറക്കിയത് പറഞ്ഞതുപോലെ ഞാൻ മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചു. ദൈവം അത് കേട്ടു. അങ്ങനെ ഇരുന്നു. 97 ഞാൻ സ്നാനപ്പെട്ടു. 97 5-ാം മാസം 29 സ്നാനപ്പെട്ടു. സഭയോട് ചേരുവാൻ മുഖാന്തരയ്ക്ക് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ സിയോൻ ബെന്തക്കോസ് ദൈവസഭയിലിരുന്നു. എനിക്ക് കർത്താവിൻ്റെ ദാസൻ എന്ന് പറഞ്ഞ രാജേന്ദ്രൻ പാസ്റ്ററാണ്, പുള്ളി പോസ്റ്റ്മാനാണ്. എങ്കിലും ഇവിടെ ഒരു വിഷയം കണ്ടാൽ കണ്ണ് അടച്ചു മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കും. ഒരു വ്യക്തി, പുതിയതായിട്ട് വ്യക്തി വരുമ്പോൾ ഈ മനുഷ്യൻ ഏത് രീതിയിലാണെന്ന് ചോദിച്ചു മനസ്സിലാക്കിയപ്പോൾ എനിക്ക് കർത്താവിൻ്റെ വേലയുണ്ടെന്ന് ദൈവദാസൻ പറയുവാൻ ഇടയായിത്തീർന്നു. എന്തായാലും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിത്തീർന്നു. പിന്നെ പുള്ളി ആ ദൈവദാസൻ എന്നെ വളർത്തുവാൻ തുടങ്ങി. എനിക്ക് സംഗീതം തരുകയും പ്രാർത്ഥിക്കാൻ തരുകയൊക്കെ ചെയ്തു. അങ്ങനെ പ്രാർത്ഥിച്ച് കടന്നു വന്നു. സംഗീതത്തിനെ പ്രബോധിപ്പിക്കാൻ വന്നപ്പോൾ ചില വ്യക്തികൾ തടസ്സം പറഞ്ഞു. ബൈബിൾ കോളേജിൽ പഠിക്കാത്ത വ്യക്തി പ്രസംഗിക്കേണ്ട എന്ന് പറഞ്ഞു. എന്തായാലും പിറ്റേ ആഴ്ച ദൈവദാസൻ നല്ലൊരു ദൈവദാസനായതുകൊണ്ട് ദൈവദാസൻ എന്നെ കോവളം കൊണ്ടുവന്ന് ചർച്ച് ഓഫ് ഗോഡിൽ കൊണ്ടുവന്ന് ബൈബിൾ കോളേജ് ആക്കുവാനായിത്തീർന്നു. അവിടെ 3 വർഷക്കാലം പഠിച്ചു. അവിടെ കടന്നു വന്നു. 2003 ആയപ്പോൾ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ദൈവ മുഖാന്തരം ഒരുക്കി ഈ സിയോൻ ബെന്തക്കോസ് ദൈവസഭ എന്ന് പറഞ്ഞാൽ എൻ്റെ മാതൃസഭയിൽ നിന്നും പാറശാല ദേശത്ത്, കുഴിഞ്ഞാമ്പള ദേശത്ത് എന്നെ കൊണ്ടുവന്നു ആക്കുവാനിടയായിത്തീർന്നു. അവിടെ ചെന്നപ്പോൾ 3 കുടുംബമായിരുന്നു. എങ്കിലും അവിടെ ദൈവം ഏൽപ്പിക്കുക ദൗത്യം സത്യസന്ധതയോടെ, കൃത്യനിഷ്ഠയോടെ, വിശുദ്ധിയോടുകൂടി ചെയ്യുവാനിടയായിത്തീർന്നു. കാണിക്കയൊന്നുമില്ല, ദശാംശമൊന്നുമില്ല. എങ്കിലും ദൈവസന്നിധി പ്രാർത്ഥിച്ചു. ദൈവം അന്ന് മുതൽ ഇന്ന് വരെയും എനിക്ക് ദൈവം കൈവിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എനിക്ക് നല്ലൊരു ഭാര്യയെ കിട്ടുമോ, നല്ലൊരു കുടുംബത്തെ കിട്ടുമോ എന്ന് ചോദിച്ചു. പക്ഷേ ഞാൻ ജനിക്കുന്ന മുമ്പേ എൻ്റെ ദൈവം എൻ്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ചു എന്നെ കണ്ടതുകൊണ്ടു ദൈവം എനിക്ക് നല്ലൊരു ഭാര്യയെ തന്നു. ഹല്ലേലൂയ. അതുപോലെ എൻ്റെ ദൈവം എനിക്ക് 2 മക്കളെ തരുവാനിടയായിത്തീർന്നു. 2 മക്കളും എന്നെപ്പോലെ തന്നെയാണ് കർത്താവിൻ്റെ സന്നിധിയിൽ അവർ 97 10-ാം മാസം സ്നാനപ്പെടുവാൻ ദൈവം മുഖാന്തരം ഒരുക്കി. ദൈവത്തോട് ഞാൻ ആദ്യം പ്രാർത്ഥിക്കുന്നത്, കർത്താവേ, തിരുവത്താഴത്തിന് കടന്നു വന്നിരിക്കുമ്പോൾ എൻ്റെ 2 മക്കളും ബേക്കിലിരുന്നു. ഞാൻ പറഞ്ഞു, കർത്താവ് നീ എന്നെ എവിടെ പോകുവാൻ വിളിച്ചു? അങ്ങനെയാണെങ്കിൽ എൻ്റെ 2 മക്കളും സ്നാനപ്പെടണം എന്ന് ഞാൻ പറഞ്ഞു. 2 മക്കളും 10-ാം മാസം 22-ാം തീയതി ആയപ്പോൾ 2 പേരും സ്നാനപ്പെടുവാൻ ദൈവം മുഖാന്തരം ഒരുക്കി. ഇന്ന് ദൈവം എനിക്ക് 2 മക്കളെ തന്നു, 2 മരുമക്കളെ തന്നു, ദാനമായി 4 കൊച്ചുമക്കളെയും തന്നു. 4 കൊച്ചുമക്കളും സന്തോഷമായി ഐശ്വര്യമായി ജീവിക്കുന്നത് മാത്രമല്ല, അവർക്ക് മാന്യമായ രീതിക്ക് മക്കൾക്കോ വിദ്യാഭ്യാസമില്ല എങ്കിലും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ദൈവം നല്ല വിദ്യാഭ്യാസം നൽകുവാൻ ഇടയായിത്തീർന്നു. കർത്താവിൻ്റെ വചനം ഇപ്പോൾ പറയുന്നു, നിങ്ങൾ കാണുന്ന സഹോദരങ്ങളെ സ്നേഹിക്കാതെ കാണാത്ത ദൈവത്തെ നിങ്ങൾ എങ്ങനെ പ്രസാദിപ്പിക്കും എന്ന്. ആ വചനങ്ങളെ വായിച്ചു കടന്നു വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുന്നില്ല എന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നു. ആ വചനത്തിനെ നിലനിർത്തി കടന്നുപോകാൻ ഇടയായിത്തീർന്നു. ഇന്നും സാമ്പത്തികം ഇല്ല എങ്കിലും കർത്താവ് വിളിച്ച ദൈവം വിശ്വസ്തൻ എന്ന് ബൈബിൾ പഠിപ്പിക്കുന്ന പോലെ ഇന്നും എന്നെ, എൻ്റെ കുടുംബത്തെയും ദൈവം നടത്തി പരിപാലിച്ചു കൊണ്ടുപോകുന്നുണ്ട്. ദൈവം എന്നെ നടത്തുന്നു. ആ വിധങ്ങൾ ഓർത്താൽ കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവനാമത്തിന് വേണ്ടി എവിടെയാണ്, എപ്പോഴാണ്, എങ്ങനെയാണ് ദൈവത്തിന് വേണ്ടി ഉയർത്താൻ അറിയാവുന്നില്ല എങ്കിലും കർത്താവിൻ്റെ സന്നിധി സാക്ഷി പറയുന്നു. ആർക്കും മാറ്റാൻ കഴിയാതെ വണ്ണം യേശുവിൽ ഞാനായല്ലോ. ആർക്കും മാറ്റാൻ കഴിയാതെ വണ്ണം യേശുവിൽ ഞാനായല്ലോ. യേശുവിൽ ഞാനായല്ലോ. യേശുവിൽ ഞാനായല്ലോ. നിരവധി കുറ്റകൃത്യങ്ങളിലും ലഹരി വ്യാപാരങ്ങളിലും പങ്കാളിയായി സമൂഹത്തിൽ ഭീതി പരത്തി നാടിനും വീടിനും കൊള്ളാത്തവനായി ജീവിതം തുടർന്ന സൈമണിൻ്റെ ജീവിതത്തിൽ ദൈവം നൽകിയ വിടുതലുകൾ ഏറെയാണ്. നിരവധിയായ ദൈവികമായ അനുഭവങ്ങൾക്ക് നടുവിലൂടെ നിരന്തരം ക്രിസ്തുവിനെ പ്രഘോഷിച്ചുകൊണ്ട് ജീവിതം തുടരുകയാണ് KC സൈമൺ. ഇന്ന് ഞങ്ങൾ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവദാസന്മാരെ, ദൈവമക്കളെ, വിശ്വാസികളെ, കല്ലിനെ മണ്ണ് വിക്രയം സേവിക്കുന്ന ദൈവമക്കൾ, വാസ്തവമായി പൂർണ്ണമായിട്ട് നിങ്ങളുടെ ഹൃദയത്തെ യേശുവിന് കൊടുക്കുമെങ്കിൽ എന്നെ സ്നേഹിക്കുക ദൈവം.
നിങ്ങളെയും സ്നേഹിക്കുവാൻ, നിങ്ങളെ കുടുംബത്തെ സ്നേഹിക്കുവാൻ കർത്താവിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളെ മക്കളെ ചൊല്ലി കരയുമെന്നു കർത്താവിൻ്റെ വചനം പറയുന്നത് പോലെ നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി അടിസ്ഥാനമിട്ട് യേശുവിനോട് പ്രാർത്ഥിക്കുമെങ്കിൽ നമ്മളെ സകല സ്ഥിതികൾക്കും വ്യത്യാസം തരുവാൻ കർത്താവായ ദൈവം സ്വർഗത്തിലുണ്ട്. ആ ദൈവ സ്വർഗത്തിലിരുന്നു തൻ്റെ ജനത്തിന് വേണ്ടി കരയുന്നോ കണ്ണീരിൽ പ്രാർത്ഥിക്കുന്നു കാണുവാൻ ദൈവ സ്വർഗത്തിലുണ്ട്. ശൂണിതലേ ക്ഷീണം ഭവിച്ചിടാതെന്നെയും നാഥ, ശൂണിതലേ ക്ഷീണം ഭവിച്ചിടാതെന്നെയും നാഥ, ആണിപ്പഴുതുള്ള പാണികളാലേ. ഞാൻ വിദൂരദേശത്തായിരുന്നപ്പോൾ ഞാൻ വനാന്തരങ്ങളിലായിരുന്നു, തടികളും മൃഗങ്ങളുടെ ഇടയ്ക്ക് ആയിരുന്നു. എന്നാൽ അവിടെ നിന്നും ദൈവം എന്നെ പുതിയ ബന്ധാവിലേക്ക് കൊണ്ടുവന്നപ്പോൾ, ഒന്നിനും യോഗ്യതയില്ലാത്ത സ്ഥാനത്ത് ദൈവത്തെ അറിഞ്ഞപ്പോൾ, ദൈവം എന്നെ മാത്രമല്ല, എൻ്റെ തലമുറകളെ മാത്രമല്ല, എന്നിൽ പറ്റി നിൽക്കുന്ന എൻ്റെ സഹോദരങ്ങളും ബന്ധുക്കളും ചേർച്ചക്കാരും എല്ലാം ദൈവത്തിൽ അനുഗ്രഹിക്കുകയായി തീർന്നു. ദൈവസന്നിധിയിൽ കടന്നു വന്നപ്പോൾ സഹോദരങ്ങൾ 2 പേര് മാത്രമേ 3 പേര് മാത്രമേ ആത്മാവിൻ്റെ ആരാധനയ്ക്ക് കടന്നു പോകുന്നുള്ളൂ. എങ്കിലും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. ദൈവം എൻ്റെ കുടുംബത്തെ, എൻ്റെ സഹോദരങ്ങളെ, ഞങ്ങൾ 5 പേര് യേശുവിനെ ആരാധിക്കുവാൻ ദൈവം മുഖാന്തമൊരുക്കി. ആ ദൈവത്തെ അറിയുന്നതിന് മുമ്പേ ഉള്ള കാലത്തിനെക്കാട്ടിലും കർത്താവിൻ്റെ സന്നിധിയിൽ യോഗ്യയുടെ പുസ്തകം പറയുമ്പോൾ യോഗ്യൻ്റെ പുസ്തകം വായിക്കുമ്പോൾ മുമ്പത്തെ കാട്ടിലും ഭിന്നത്തിൽ ദൈവം എന്നെ നല്ല രീതിയിൽ അനുഗ്രഹിക്കുവാൻ ഇടയായിത്തീർന്നു. പല ഇടങ്ങളിലും കടന്നു ചെന്നു കവലകളിൽ നിന്നു കർത്താവിനെ സാക്ഷീകരിക്കുവാൻ മുഖാന്തം ഒരുക്കുകയും അനുഭവ സാക്ഷികൾ പറയുവാനും ദൈവം മുഖാന്തം ഒരുക്കുന്നു. എവിടെയായാലും കടന്നു ചെല്ലുമ്പോൾ ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ നാമത്തെ സംസാരിക്കുവാൻ, വചനത്തിൽ നിന്നും ഉള്ളതുപോലെ പറയുവാൻ ദൈവം എനിക്ക് മുഖാന്തം ഒരുക്കി. എന്തെന്ന് ചോദിച്ചാൽ, കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. നിൻ്റെ പ്രവൃത്തി യഹോവയിൽ സമർപ്പിച്ചാൽ നിൻ്റെ ഉദ്ദേശം സാധിക്കുമെന്നു തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾ ഏത് മേഖലയിലായിരുന്നല്ലോ, നിങ്ങൾ ഏത് ദുഃഖമായിരുന്നല്ലോ, എനിക്ക് വന്നതുപോലത്തെ ദുഃഖമൊന്നും നിങ്ങൾക്ക് വന്നു കാണത്തില്ല. ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ കഷ്ടതകൾ കടന്നു വരുമ്പോൾ നിങ്ങൾക്ക് ഇതെന്തോ ബുദ്ധിമുട്ട്, എന്ത് കഷ്ടതയാണെന്ന് ചോദിക്കും. അല്ല, എനിക്ക് വന്ന കഷ്ടത, എനിക്ക് മാതാപിതാക്കളില്ല, സഹകരിക്കുവാൻ ആരുമില്ല, പിടിക്കണച്ചുവാൻ ബന്ധുക്കളില്ല, ചേർച്ചക്കാരില്ല. അങ്ങനെയായിരുന്നു എന്നെ നടക്കല്ലിൽ പൂക്കല്ലടിക്കാൻ എങ്ങനെ ഇരിക്കും? കമു അടിക്കുമ്പോൾ 4 ഭാഗത്തും ചെതറിപ്പോകും. അങ്ങനെ ആയിരുന്ന എൻ്റെ കുടുംബത്തെ ദൈവം അവസാനത്ത് ഒന്നിക്കുവാൻ ഇടയായിത്തീർന്നു. എന്തെന്ന് ചോദിച്ചാൽ, യേശു ആരെന്ന് രുചിച്ചറിയുവാൻ ദൈവത്തെ കണ്ടെത്തിയത് കൊണ്ടാണ് ദൈവം ഞങ്ങളെ ഇത്രത്തോളം അനുഗ്രഹിക്കുന്നത്. ആ ദൈവം നിങ്ങളെയും അനുഗ്രഹിക്കുവാൻ ആഗ്രഹപ്പെടുന്നു. ആരെങ്കിലും ഇരിക്കുന്ന ഇരിപ്പിൽ നിന്നും ദൈവത്തെ നിങ്ങളെ ഹൃദയം തുറന്നു ദൈവത്തെ സ്നേഹിക്കുമെങ്കിൽ, ദൈവത്തെ വിളിക്കറിയിക്കുമെങ്കിൽ ദൈവം നിങ്ങളുടെ സ്ഥിതികൾക്ക് വ്യത്യാസം വരും. ബൈബിൾ വായിച്ച് കാണും, അല്ലെങ്കിൽ പലയിടങ്ങളിലും പ്രസംഗിച്ച് കേട്ടിരിക്കും. കാരണം കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവത്തെ യേശുവിനെ അന്വേഷിക്കുന്നവരെ ദൈവം ഒരിക്കലും കൈവിടുന്ന ദൈവമല്ല. ഏത് കഷ്ടതയായാലും വചനം പറയുന്നു, പെരുവെള്ളം മുക്കുകയില്ല, അഗ്നി നിന്നെ ഒന്നും ചെയ്യുകയില്ല. എന്തെന്ന് ചോദിച്ചാൽ, ഇതിനൊക്കെ ജന്മം കൊടുത്തത് നമ്മുടെ കർത്താവായ യേശുവാണ്. ആ യേശുവിനെ നമ്മൾ സ്വീകരിച്ചു, നമ്മൾ ജലത്തിലിറങ്ങി സ്നാനപ്പെട്ടും സഭയോട് ചേർന്നും ദൈവഭാഗത്തായിരിക്കുമെങ്കിൽ നമ്മുടെ സ്ഥിതികളെ മാറ്റുവാൻ കഴിവുള്ള ദൈവമാണ്. ആ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടുകൂടി നമ്മുടെ ദൈവത്തെ സ്നേഹിക്കുമെങ്കിൽ ആ ദൈവം നമ്മെ വഴി നടത്തുവാൻ കഴിവുള്ള ദൈവമാണ്. ആ ദൈവ സ്വർഗത്തിലുണ്ടും ദൈവസന്നിധിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ വാസ്തവമായി ദൈവം നമ്മെ മാത്രമല്ല, നമ്മൾ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ വചനം വെളിപ്പെടും. കർത്താവിൻ്റെ വചനം വ്യക്തമായി വിലാപങ്ങൾ വായിക്കുവാൻ പറയുന്നു, നിൻ്റെ അപ്പത്തെ വെള്ളത്തിലെറിയും. 97 ദൈവം തൊട്ടപ്പോൾ ബൈബിൾ വായിക്കാൻ തുടങ്ങി. ബൈബിൾ വായിച്ചു വന്ന് സങ്കീർത്തന ഭാഗത്തിൽ കയറി വന്നപ്പോൾ സങ്കീർത്തന ഭാഗം വായിച്ചു, അതിൻ്റെ 1-ാം ഭാഗം വായിച്ചു. അപ്പോൾ അതിൻ്റെ 3-ൽ പറയുന്നു, ആറ്റരികത്ത് നട്ടതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്ത വൃക്ഷമായിരുന്നു. അതുകൊണ്ട് ഞങ്ങളെ കേൾക്കുന്ന ദൈവമക്കളെ, വാസ്തവമായി നിങ്ങളുടെ ഹൃദയത്തിൻ്റെ കവാടങ്ങൾ തുറന്നാൽ നിന്നിൽ ഉദിക്കുവാൻ കഴിവുള്ളവനാണോ നമ്മുടെ ദൈവം. ആ ദൈവസന്നിധിയിൽ പൂർണ്ണതയോടുകൂടി നമ്മൾ കർത്താവിനെ സേവിക്കുമെങ്കിൽ ദൈവപ്രവൃത്തി നമ്മൾ വെളിപ്പെടുവാൻ ഇടയായിത്തീരുമെന്ന് വീണ്ടും എന്നെ വിളിച്ച് വേർപെട്ട ദൈവനാമത്തിൽ ഒന്നുകൂടി ഞാൻ ആഹ്വാനം ചെയ്ത് പറയുന്നു. നമ്മൾ നമ്മുടെ ദൈവത്തെ വിട്ടുകളയില്ല. ദൈവത്തെ മുറുകെ പിടിച്ച് മുമ്പോട്ട് കടന്നു പോകുമെങ്കിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുവാൻ കഴിവുള്ള ദൈവമാണോ നമ്മുടെ ദൈവം. ആ ദൈവസന്നിധിയിൽ നിങ്ങളെ തന്നെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുമെങ്കിൽ ദൈവപ്രവൃത്തി നമ്മുടെ മേൽ വെളിപ്പെടുവാൻ ഇടയായിത്തീരുമെന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ സാക്ഷിയോട് പറയുന്നു. ദൈവം നമ്മെ സകലപേരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.
ആമേൻ. കർത്താവേ സ്തോത്രം. ക്ഷോണിതലേ ക്ഷീണം ഭവിച്ചിടാതിന്നെയും നാഥ ക്ഷോണിതലേ. പൂർവകാലം താൻ നടന്ന പാപപങ്കിലമായ വഴികൾ വെടിഞ്ഞ് മാനസാന്തരത്തിൻ്റെ പുതുപാതകളിലൂടെ ദൈവിക വഴികൾ സ്വന്തമാക്കി സഞ്ചാര സുവിശേഷകനായി KC സൈമൺ ഇന്ന് നിരവധി സുവിശേഷ പ്രവർത്തനങ്ങളിൽ സജീവമാണ്. സഞ്ചാര സുവിശേഷകനായും മദ്യത്തിനും മയക്കുമരുന്നിനും മറ്റ് ലഹരികൾക്കുമെതിരെ തെരുവോരങ്ങളിൽ നിന്ന് പരസ്യ യോഗങ്ങൾ നടത്തിയും സൈമൺ തൻ്റെ ജീവിതം തുടരുകയാണ്. പോയ കാലത്തെ പാപപങ്കിലമായ ജീവിത വഴികളിൽ നിന്ന് ക്രിസ്തുവിലൂടെയുള്ള സ്നേഹത്തിൽ സ്വതന്ത്രമായി ഇന്ന് ക്രിസ്തുവിനു വേണ്ടി ജീവിതം സമർപ്പിച്ച് ജീവിതം തുടരുന്ന സഞ്ചാര സുവിശേഷകൻ വിതുര സ്വദേശി KC സൈമണിൻ്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് മാനസാന്തരത്തിൻ്റെ പടവുകൾ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ക്ഷോണിതലേ ക്ഷീണം ഭവിച്ചിടാതിന്നെയും നാഥ ക്ഷോണിതലേ.